അല്ല, പി ആർ ഏജൻസിയെ ഏർപ്പെടുത്തുന്നത് കൊണ്ടോ പി ആർ ഏജൻസിയെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവരുടെ സഹായം തേടുന്നത് കൊണ്ടോ ഒരു തരത്തിലും തെറ്റില്ല. അത് പി ആർ ഡി അവഗണിക്കലൊന്നുമല്ല. പി ആർ ഡിക്ക് ഇഷ്ടംപോലെ വർക്കുണ്ട്, അത് അവരവരുടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡൽഹിയിൽ വെച്ച് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അത് അദ്ദേഹത്തിന് വളരെ പേഴ്സണലായിട്ടുള്ള പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കാം. ഒരു പി ആർ ഡിയുടെ ആളുകൾ അദ്ദേഹത്തെ പലരും വന്ന് കാണാറുണ്ട്. അവരോട് ചിലപ്പോൾ അദ്ദേഹം സംസാരിച്ചതായിരിക്കും, അല്ലെങ്കിൽ അവർ ഒരു കോൺട്രാക്ട് ബേസിസിൽ എൻഗേജ് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പി ആർ ഡിയെ അവഗണിച്ച് പ്രൈവറ്റ് ഏജൻസികളെ ഏൽപ്പിച്ചു എന്ന് പറയുന്നതൊക്കെ ആക്ഷേപമാണ്. അദ്ദേഹം മറുപടി പറയാൻ വൈകിയെന്ന് പറയുന്നതിനകത്തും അടിസ്ഥാനരഹിതമാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ഒരു കത്തയച്ച് ഹിന്ദു പോലുള്ളൊരു പത്രത്തിന്, കാരണം നിങ്ങളുടെ റിപ്പോർട്ടിങ്ങും ഞാൻ പറഞ്ഞതും തമ്മിൽ അന്തരമുണ്ട്, അത് വളരെ സെൻസേഷനലായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്, അത് നിങ്ങൾ ചെയ്തത് തെറ്റായെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും നിലവാരമുള്ള ഒരു പത്രമാണ്, പക്ഷേ അവർ ഖേദം രേഖപ്പെടുത്തി. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി ചെയ്തത് ശരിയാണെന്ന് സ്ഥാപിക്കലല്ലേ ആ ഖേദം രേഖപ്പെടുത്തലിലൂടെ വരുന്നത്. ഒരു ഭാഗത്ത് പി വി അൻവർ ഇതേ വിഷയം ഉന്നയിക്കുന്നുണ്ട്, അതായത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചിട്ട് പോലീസ് ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നു എന്നുള്ളത്. അത് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഹിന്ദു പത്രത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ NCP അതിനോട് യോജിക്കുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അഭിപ്രായം പറയണമെന്നില്ലല്ലോ. ഈ സ്വർണം പിടിക്കുന്നത് സംബന്ധിച്ചൊന്നും ഒരു പ്രാഥമിക വിവരം പോലും ഉള്ള ഒരാളല്ല ഞാൻ. ഇവിടെ ശ്രീ അൻവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. അൻവർ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഈ സ്വർണ്ണ കടത്ത് സംബന്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുഖ്യമന്ത്രി അത് അപ്രീഷിയേറ്റ് ചെയ്തു. അത് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അൻവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ആ അന്വേഷണത്തിൻ്റെ റിസൾട്ട് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഉടനെ വരാൻ പോകുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ CPIM എന്ന് പറയുന്ന പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തുടർച്ചയായ വിമർശനങ്ങൾ വേണമായിരുന്നോ എന്ന് അൻവർ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അൻവർ പറഞ്ഞ കാര്യങ്ങളെ വളരെ ഗൗരവത്തോടുകൂടി മുഖ്യമന്ത്രി എടുത്തു. ചെറിയ കാര്യമല്ല. അൻവറിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തു. മണിക്കൂറുകളല്ല, ഏതാണ്ട് ഒരു മണിക്കൂറോളം അൻവറിനോട് സംസാരിച്ചു 2 പ്രാവശ്യമായി. അൻവർ പറഞ്ഞ ഓരോ ആരോപണങ്ങളും ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. പിന്നെ CPIM എന്ന് പറയുന്ന ഒരു പാർട്ടി അതങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രം അങ്ങനെ നിഗ്രഹിക്കാവുന്ന ഒരു പാർട്ടിയൊന്നുമല്ല. അത് ഞങ്ങളും പറഞ്ഞിരുന്നല്ലോ. ഞങ്ങൾ കഴിഞ്ഞ LDFൻ്റെ മീറ്റിങ്ങിൽ ഞങ്ങളാണ്, അതിനു മുമ്പ് തന്നെ CPI പറഞ്ഞുകൊണ്ട് CPIയുടെ പറച്ചിലൊരു പുതുമയുണ്ടായിരുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണിയുടെ കമ്മിറ്റിയിൽ പറഞ്ഞു ADGPയെ സസ്പെൻഡ് ചെയ്യണം. അപ്പം മുഖ്യമന്ത്രി ചോദിച്ചു, അത് ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു അന്വേഷണം വേണ്ടേ? ഞാൻ അന്ന് പറഞ്ഞത് സസ്പെൻഷൻ പെൻഡിങ് എൻക്വയറി എന്ന് പറയുന്നൊരു നടപടിക്രമമുണ്ട്. സസ്പെൻഷൻ ഈസ് നോട്ട് എ പണിഷ്മെൻ്റ് എന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സസ്പെൻഷൻ പെൻഡിങ് എൻക്വയറി ആണെങ്കിൽ ADGPയുടെക്കെതിരായ ആ നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് ഞങ്ങൾ ശക്തിയായി ആ കമ്മിറ്റിയിൽ വാദിച്ചു. ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, 25 പേരെ താങ്കൾ ട്രാൻസ്ഫർ ചെയ്താലും പൊതുജനങ്ങളുടെ മുമ്പിൽ ഈ ഗവൺമെൻറ്റിനെതിരായി വന്നിട്ടുള്ള ഒരു വികാരം മാറില്ല. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ തീരുമാനിച്ചത് ഇമേജ് ബിൽഡിംഗ് നടത്തണം എന്നാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇമേജ് മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ, അയാൾ എത്ര ഉന്നതനാണെങ്കിലും അവരെ സസ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായം ഞങ്ങൾ മാത്രമല്ല, RJDയുടെ പ്രതിനിധികൾ പറഞ്ഞു, CPIയുടെ പ്രതിനിധികൾ മുൻപേ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനോട് അന്ന് മുഖ്യമന്ത്രി യോജിച്ചില്ല. മുഖ്യമന്ത്രി അതിനോട് യോജിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അന്നും ഇന്നും ഞങ്ങൾ വിചാരിക്കുന്നു. അതാണല്ലോ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ആർക്കും എപ്പോഴും പാർട്ടി ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണല്ലോ, നല്ലതാണ്. അൻവറിന് എല്ലാ ആശംസകളും നേരുന്നു എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ പിതാവിനെ മുതൽ എനിക്ക് അടുത്ത് പരിചയമുള്ള ഒരാളാണ്. രാഷ്ട്രീയമായിട്ടല്ലെങ്കിലും വ്യക്തിപരമായി വളരെ അടുപ്പുള്ള ഒരാളാണ്. പുതിയൊരു പാർട്ടി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ 100 പുഷ്പങ്ങൾ വിരിയട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം. ഞങ്ങളെ കാര്യത്തിൽ ഒരഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല.
ധാർമ്മികമായി പറഞ്ഞാൽ എത്ര ആളുകൾ ധാർമ്മികമായ അടിസ്ഥാനത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ തീരുമാനമെടുക്കുന്നുണ്ട് എന്നൊന്ന് ആലോചിക്കണം. ഇനി ആദ്യമായി ആരെങ്കിലും ഒരു ധാർമ്മിക തീരുമാനം എടുക്കാനാണെങ്കിൽ വേണമെങ്കിൽ അൻവറിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. പല ആളുകളും ഇതേ സാഹചര്യങ്ങളിൽ വന്നിട്ട് ഇതിന് മുൻപ് രാജിവെച്ചിട്ടുണ്ടോ രാജിവെക്കാതിരുന്നിട്ടുണ്ടോ അതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പിന്നെ താങ്കൾ ഈ ചോദിക്കുന്നത് വളരെ കറക്റ്റാണ്. ഒരു ധാർമ്മികമായ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടിയുടെ ആളായി നിന്നും മത്സരിച്ചു, ആ പാർട്ടിയിൽ നിന്നും മാറുമ്പോൾ. പക്ഷേ അടിസ്ഥാനപരമായി ഇടതുപക്ഷ വീക്ഷണം ഉൾക്കൊള്ളുന്ന ഒരാളാണ് താനെന്ന് ഇപ്പോഴും അൻവർ പറയുന്നുണ്ട്. അദ്ദേഹം പാർട്ടി ഉണ്ടാക്കുന്നത് വരെ രാജിവെക്കാൻ മതിയായ ഒരു തെറ്റ് അദ്ദേഹം ചെയ്തോ എന്ന് എനിക്കറിയാം.